let us start with the topic transmission impairment. So transmission impairment is actually is the loss of signal due to various reasons. When a signal travels through a transmission medium or a cable or through a radio wave, what happens is that some of the signal will be lost in that during that transmission. That is known as transmission impairment. Okay, that is this is what the point is mentioning about. The signal travels through transmission medium can have loss due to various reasons. This means that the signal at the beginning of the medium is not same as the signal at the end of the medium. Okay, നമ്മൾ തുടങ്ങുന്ന സമയത്തുള്ള സിഗ്നലിൻ്റെ സ്ട്രെങ്ത് ആയിരിക്കില്ല നമുക്ക് റിസീവ് ചെയ്യുന്ന സമയത്തുള്ള സിഗ്നൽ. ഓക്കെ, സോ ദ സ്ട്രെങ്ത് ഓഫ് ദ സിഗ്നൽ ഈസ് വേരിയിങ്. Okay, the strength of the starting signal will be not same as the strength of the ending signal or the receiving signal. Okay, that is the transmission impairment. Okay, അപ്പോൾ അത് ചുരുക്കി പറയുന്നതാണ്. that is what is sent is not what is received. Okay, നമ്മൾ സെൻഡ് ചെയ്യുന്നതല്ല നമുക്ക് കിട്ടുന്നത്, അതിനകത്ത് വേറെ ലോസ് ഉണ്ടാവുന്നു. സോ ഇമ്പയർമെൻറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു 3 reasons. ഓക്കെ, നമുക്ക് 3 ഫാക്ടേഴ്സ് ഉണ്ട്: അറ്റന്യൂവേഷൻ, നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ. ഓക്കെ, അറ്റന്യൂവേഷൻ, നോയ്സ് ആൻഡ് ഡിസ്റ്റോർഷൻ. ലെറ്റ് us see each of these factors in detail. First one, attenuation. Attenuation means the loss of energy. ഓക്കെ, അതായത് ലോസ് സിഗ്നലിലുണ്ടാവുന്ന ഡാറ്റ ലോസിനെയാണ് അറ്റന്യൂവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡാറ്റ ലോസ് എന്ന് പറയേണ്ട, എനർജി ലോസ് എന്ന് പറഞ്ഞാൽ മതി. അറ്റന്യൂവേഷൻ മീൻസ് ലോസ് ഓഫ് എനർജി. സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എനർജി. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കേബിൾ വഴിയോ അല്ലെങ്കിൽ അല്ലാതെ വയർലെസ് മീഡിയം വഴിയോ ചെയ്യുമ്പോഴത്തേക്കും, ഇപ്പോൾ കേബിൾ വഴിയാണെങ്കിൽ നമ്മളെ കേബിള് ചൂടാവുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക്കൽ സിഗ്നൽ ഇപ്പോൾ പാസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചില കേബിളുകൾ ചൂടാവും. അപ്പോൾ ആ ചൂടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നൽ ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ് എനർജി. അപ്പോൾ സം ഓഫ് ദ എനർജി ഈസ് കൺവേർട്ടഡ് ടു ഹീറ്റ്. ഓക്കെ, അപ്പോൾ അപ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു? അവിടെ ലോസ്റ്റ് ആവുന്നു. അതാണ് നമ്മൾ ട്രാൻസ്മിഷൻ കേബിളിൽ ചിലപ്പം ലോസ് ഉണ്ടാവാനുള്ള, ഹീറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, when a signal travels through a medium, it loses some of its energy in overcoming the resistance of the medium. Okay? That is why the wire carrying electrical signal gets warm. Some of the electrical energy signal is converted to heat. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നൽ നമ്മൾ കേബിൾ വഴി പോകുമ്പോഴത്തേക്കും, നമ്മൾ സിഗ്നൽ കേബിൾ വഴി പോകുമ്പോഴത്തേക്കും അത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കേബിൾ ചൂടാവുന്നത്. അത് കാരണം എന്ത് സംഭവിക്കുന്നു? സിഗ്നൽ ലോസ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം ഈ പോയിൻ്റ് എപ്പോഴും ഓർക്കുക. when a signal travels through a medium, it loses some of its energy in overcoming the resistance of the medium. ആ മീഡിയത്തിലുണ്ടാകുന്ന റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യുമ്പോഴാണ് അത് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു സിഗ്നൽ ലോസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കേബിൾ അല്ലാതെ ഇപ്പോൾ വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ, ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ റേഡിയോ വേവ്സ് നമ്മുടെ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇപ്പം നമുക്ക് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലൗഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ട്രീസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഈ സിഗ്നലിനെ അബ്സോർബ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് റിസീവർ സൈഡിൽ നമുക്ക് സിഗ്നൽ ലോസ് സംഭവിക്കുന്നത്. ഓക്കെ, this is known as attenuation of the signal. Attenuation is nothing but loss of energy due to the resistance in the medium. ഓക്കെ, അതാണ് മെയിൻ പോയിൻ്റ്. ഓക്കെ, ലോസ് ഓഫ് എനർജി ഡ്യൂ ടു റെസിസ്റ്റൻസ് ഓഫ് ദ മീഡിയം. നമ്മുടെ മീഡിയത്തിലുള്ള റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസാണത്. ക്ലിയർ? മീഡിയം ക്യാൻ ബി എനിത്തിങ്, വയർഡ് മീഡിയം ഓർ വയർലെസ് മീഡിയം. ഓക്കെ, ഒരു കേബിൾ ആകാം, അല്ലെങ്കിൽ ഒരു വയർലെസ് ട്രാൻസ്മിഷൻ ആകാം. ഓക്കെ, attenuated signal can be amplified at particular points. ഓക്കെ, ഇപ്പോൾ ഈ സിഗ്നൽസ് എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഈ ലോസ് ഉണ്ടാവുമ്പോൾ what we do is we will fix certain repeaters or amplifiers at certain points so that the lost signal or the attenuated signal can be amplified and again resent. അതാണ് നമ്മൾ റിപ്പീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മൊബൈൽ ട്രാൻസ്മിഷനൊക്കെ അങ്ങനെയാണ്. നമ്മൾ സിഗ്നൽ വരുമ്പോഴത്തേക്കും അത് പല ഭാഗങ്ങളിലും ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആംപ്ലിഫൈഡ്. ഓക്കെ, റേഡിയോ സിഗ്നലും അതുപോലെയാണ്. നമ്മളെ റേഡിയോ സിഗ്നൽസും നമ്മൾ പല പോയിൻറ്റിലും, നമ്മളെ സിറ്റിയിലുള്ള പല പോയിൻറ്റിലും ഇറ്റ് ഈസ് ഗെറ്റിംഗ് ആംപ്ലിഫൈഡ് ആൻഡ് റീട്രാൻസ്മിറ്റഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ സിഗ്നലിൻ്റെ
ലോസ്റ്റിനെ അവർ നമ്മൾ എന്ത് ചെയ്യുന്നത്, നികത്തുന്നത്. ഓക്കെ, എന്തെങ്കിലും ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, അറ്റന്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിക്കവർ ചെയ്യുന്നത് ബൈ യൂസിങ് ദിസ് ആംപ്ലിഫയർ. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ ഹിയർ. ദിസ് ഈസ് ദ ഒറിജിനൽ സിഗ്നൽ അറ്റ് ദിസ് point 1. Okay, this is getting transmitted through a transmission medium. At point 2, actually, point 2, what is happening? The attenuation has happened and signal loss undai. So what we do is, we will fix a amplifier or a repeater at this point. Okay, this repeater or the amplifier will amplify the signal, okay, again to the original state. Okay, original state like amplify it again, it will be retransmitted. Okay, ഇപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ലോസ് ആയിട്ടുള്ള സിഗ്നലിനെ റിസീവ് ചെയ്യുക, അത് ആംപ്ലിഫൈ ചെയ്യുക, എന്നിട്ടത് വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യുക ടു ദ അതർ പോയിൻറ്റ്. ക്ലിയർ? To show that the signal has lost or gained strength, we use the unit called decibel. ഓക്കെ, അപ്പോൾ ഈ സിഗ്നൽ ലോസ്റ്റിനെ നമ്മൾ ലോസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സിഗ്നൽ ഗെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിഗ്നൽ ലോസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ യൂണിറ്റ് നോൺ എസ് ഡെസിബൽ. ഓക്കെ, വാട്ട് ഈസ് ഡെസിബൽ? ഇറ്റ് ഈസ് ദ യൂണിറ്റ് ദാറ്റ് ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് ദ സിഗ്നൽ ലോസ്റ്റ് ഓർ സിഗ്നൽ ഗെയിൻ. സിഗ്നൽ ലോസ് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സിഗ്നൽ ഗെയിൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഡെസിബൽ. മറക്കരുത്, ഡെസിബൽ. ഡെസിബൽ ഈസ് റെപ്രസെൻറ്റഡ് ആസ് dB. ഉണ്ടോ, സ്മോൾ ലെറ്റർ d and capital letter B. Okay, dB measures the relative strength of the two signal or one signal at two different points. But dB measures the relative strength of the two signals. രണ്ട് സിഗ്നൽസ് അല്ലെങ്കിൽ രണ്ട് പോയിന്റിലുള്ള ഒരു സിഗ്നലിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ dB എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ നേരത്തെ കണ്ടു പോയിൻറ്റ് 1 ഉണ്ടോ, ഇവിടെ പോയിൻറ്റ് 1, പോയിൻറ്റ് 2. അപ്പോൾ പോയിൻറ്റ് 1 സ്റ്റാർട്ടിങ് ഒരു സ്ട്രെങ്ത് ആയിരിക്കും, പോയിൻറ്റ് 2 വേറൊരു സ്ട്രെങ്ത് ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഒരു റിലേറ്റീവ് കമ്പാരിസണാണ് ഈ പറഞ്ഞ dB എന്ന് പറയുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ദ ടു സിഗ്നൽ ആൻഡ് ഓർ ടു വൺ സിഗ്നൽ അറ്റ് ടു ഡിഫറെൻറ്റ് പോയിൻറ്റ്. ഒന്നുകിൽ രണ്ട് സിഗ്നലുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു സിഗ്നൽ തന്നെ രണ്ട് പോയിൻറ്റിൽ തമ്മിലുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് ആണ് ഡെസിബൽ അല്ലെങ്കിൽ dB എന്ന് പറയുന്നത്. സോ dB ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് എ ഫോർമുല. dB ഈക്വൽ ടു 10 log P2 by P1 to the base 10. Okay, 10 log P2 by P1 to the base 10. What is P2? P2 is the power at point 2. P1 is the power at point 1. ഓക്കെ, അതായത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലുള്ള സിഗ്നലിൻ്റെ പവറാണ് P1, എൻഡിങ് പോയിൻറ്റിലുള്ള സിഗ്നലിൻ്റെ പവറാണ് P2. ഓക്കെ, അപ്പോൾ വേരിയബിൾ P1 ആൻഡ് P2 ആർ ദ പവേഴ്സ് ഓഫ് ദ സിഗ്നൽ അറ്റ് പോയിൻറ്റ്സ് 1 and 2. ഓക്കെ, അപ്പോൾ എപ്പോഴും P1 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആയിട്ട് എടുക്കുക, P2 എന്ന് പറയുന്നത് എൻഡിങ് പോയിൻറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഈ ഫിഗറിൽ കണ്ട പോലെ ഈ പോയിൻറ്റ് P1 അതിൻ്റെ എനർജി എത്രയാണ് അതെടുക്കും, പോയിൻറ്റ് 2 എനർജി എത്രയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലോസ് ഈ ഫോർമുല വെച്ച് കണ്ടുപിടിക്കും. dB ഈക്വൽ ടു 10 log P2 by P1 to the base 10. Okay, this is the formula. Now let us see a sample problem. Suppose a signal travels through a transmission medium and its power is reduced to 1/2. This means that P2 equal to 1/2 P1. In this case, the attenuation can be calculated. How attenuation can be calculated? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ അറ്റന്യൂവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? ദ സിഗ്നൽ ട്രാവൽസ് ത്രൂ എ ട്രാൻസ്മിഷൻ മീഡിയം ആൻഡ് ഇറ്റ്സ് പവർ ഈസ് റെഡ്യൂസ് ടു 1/2. അതായത് P1 നിന്നും P2 എത്തപ്പോഴത്തേക്കും അതിൻ്റെ പവർ ജസ്റ്റ് പകുതിയായി. ഓക്കെ, P1 നിന്നും P2 എത്തപ്പോഴത്തേക്കും ദ പവർ ഹാസ് റെഡ്യൂസ് ടു 1/2. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് P2 എന്ന് പറയുന്നത് P1 പകുതിയാണല്ലേ. ആം ഐ റൈറ്റ്? P2 ഈക്വൽ ടു 1/2 ഓഫ് P1 അല്ലേ. P1 എന്ന് P2 എത്തപ്പോഴത്തേക്കും സിഗ്നലിൻ്റെ പവർ പകുതിയായെന്ന് പറഞ്ഞു. അപ്പോൾ P2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/2 P1. ക്ലിയർ? അപ്പോൾ നമ്മൾ ആ ഫോർമുല എടുക്കുന്നു, നമ്മുടെ ലോസ് അറ്റന്യൂവേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 10 log P2 by P1 to the base 10. ഓക്കെ, അപ്പോൾ നമ്മൾ P2 പകരം വാട്ട് വി സബ്സ്റ്റിറ്റ്യൂട്ട്, P2 പകരം നമ്മൾ 1/2 P1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇവിടെ. ഓക്കെ, സോ 10 log 1/2 പകരം 0.5 P1
by P1 to the base 10. Okay, P1 cancel ആവുന്നു. 10 log 0.5 to the base 10 is minus 3 dB. So minus 3 dB is the നമ്മുടെ പവർ എന്ന് പറയുന്നത്, നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, the attenuation is minus 3 dB. Clear? So the loss is represented the unit decibel, dB. Okay. Another question, a signal travels through an amplifier and its power is increased 10 times. This means that അപ്പം നമ്മുടെ ഗെയിൻ കണ്ടുപിടിക്കുക, നമ്മുടെ അറ്റന്യൂവേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഗെയിൻ ഓഫ് ദ പവർ. അപ്പോൾ നമ്മുടെ ഗെയിൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അറ്റന്യൂവേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? സിഗ്നൽ ട്രാവൽസ് ത്രൂ ദ ആംപ്ലിഫയർ, ഇറ്റ്സ് പവർ ഈസ് ഇൻക്രീസ്ഡ് 10 ടൈംസ്. ഓക്കെ, അപ്പം നമ്മൾ 10 ടൈംസിലായിട്ട് സിഗ്നൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ P1 നിന്ന് P2 പോയപ്പോഴത്തേക്കും ദ സിഗ്നൽ ഹാസ് ഇൻക്രീസ്ഡ് 10 ടൈംസ് ആൻഡ് ആംപ്ലിഫൈ ചെയ്തത് 10 ടൈംസ് അത് ഇൻക്രീസ് ചെയ്തു. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് P2? സോ P2 ഈസ് 10 P1 10 ടൈംസ് അത് കൂടി അല്ലേ. P1 നിന്ന് P2 എത്തിയപ്പോഴത്തേക്കും അതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കൂടി. സോ P2 can be represented 10 times P1. So we can calculate the gain or the loss using, ഇവിടെ നമുക്ക് ഗെയിൻ ആണ് അല്ലേ. ഇവിടെ നമുക്ക് P1 നിന്ന് P2 പോയപ്പോഴത്തേക്ക് നമുക്ക് സിഗ്നൽ സ്ട്രെങ്ത് കൂടി. സോ ഹിയർ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഗെയിൻ. ഓക്കെ, സോ ഗെയിൻ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് 10 log P2 by P1 to the base 10. So here is 10 log 10 P1. P2 പകരം we will substitute 10 P1 by P1 to the base 10. So the answer is 10 dB. 10 log 10 to the base 10 എന്ന് പറയുന്നത് 10 ആണ്. So the answer is 10 dB is the gain of the power. മറ്റേത് ലോസ് ആയിരുന്നു, ഇവിടെ ഗെയിൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെ ഗെയിൻ വന്നു? P1 നിന്ന് P2 എത്തിയപ്പോഴത്തേക്കും ദ സിഗ്നൽ ഗോട്ട് ആംപ്ലിഫൈഡ്. ഓക്കെ, ഇപ്പോൾ P1 നിന്ന് നമുക്ക് 10 മടങ്ങ് ഇരട്ടി സിഗ്നൽ സ്ട്രെങ്ത് ആണ് P2 വന്നത്. അപ്പോൾ അതിൽ ഗെയിൻ എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ ഫോർമുല വെച്ച് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഗെയിൻ ആസ് വെൽ ആസ് ലോസ്. ഓക്കെ.